ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് നമ്മുടെ നാലുമണിക്കാറ്റിലേക്കാണ് കേട്ടോ പോണത്. നാലുമണിക്കാറ്റ് എവിടെയെന്ന് വെച്ചാൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ചാവക്കാടിനടുത്ത് കറുകമാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ പച്ചപ്പ് നിറഞ്ഞ റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ പുഴയ്ക്കൽ റോഡാണ് കേട്ടോ, നമ്മളെ റോഡിൻ്റെ പേരതാണ്. അങ്ങനെ നമ്മൾ നാലുമണിക്കാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. നമ്മൾ പോകുന്നത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുവിൻ്റെ അന്നാണ് കേട്ടോ, ഏപ്രിൽ 14. അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാം എന്താ പറയുക, കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടിക്കറ്റാണ് കേട്ടോ. ഇവിടെ ഒരു കുട്ടിക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും 10 രൂപയാണ് ഒരാൾക്ക് ഉള്ളിലോട്ടൊന്ന് ഉള്ള പാസിനാണിത്. അപ്പം നമ്മൾ ആദ്യം അവിടെ നിന്ന് അതൊക്കെ എടുത്തു. അങ്ങനെ ഇവിടെ ഒരു ഷെഡ്. അപ്പോൾ അടുത്ത ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഉണ്ടോ ഇപ്പോൾ കാണിച്ചത്. അങ്ങനെ അടുത്ത ടിക്കറ്റ് നമ്മൾ എടുത്തത് വഞ്ചിയിൽ ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷം അവിടെ 2 പിള്ളേർ നിൽക്കുന്നുണ്ട്. അവരുടെ അടുത്ത് പോയി നമ്മൾ ജാക്കറ്റ് മേടിക്കണം. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ സൈസ്, വലിയവർക്കൊക്കെ ആയിട്ട് അവർ നമുക്ക് വേർതിരിച്ച് തരും. അങ്ങനെ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ വഞ്ചിയിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അടിപൊളി യാത്രയായിരുന്നു. നമ്മൾക്ക് 2 ടിക്കറ്റാണ് അവിടെ, 2 തരം ടിക്കറ്റാണുള്ളത്. ഒന്ന് 50 രൂപ, 100 രൂപ. അപ്പം നമ്മളെ കുട്ടികളിൽ അൻഫാസ്മോനിക്ക് കുറച്ച് പേടിയുള്ളത് കാരണം നമ്മൾ 50 രൂപയുടെ ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വഞ്ചിയിലൊക്കെ കയറി. അപ്പോൾ നോക്കുമ്പോൾ ഇക്കാടെ ഫോണൊക്കെ വന്നു. അപ്പോൾ നമുക്ക് കുറേ വീഡിയോകളൊക്കെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല, മിസ്സായിപ്പോയി. എന്നാലും അത്യാവശ്യം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 100 രൂപയുടെ ടിക്കറ്റാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചേറ്റുവ പാലത്തിൻ്റെ അവിടെ വരെ പോകുന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ പോയത് അവിടെ ഒന്നല്ല, അതിനടുത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി തിരിച്ച് നമ്മൾ പോന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത്, അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ധൈര്യം വന്നിട്ടുണ്ട്. നമുക്ക് എവിടെ പോകണം, ചേറ്റുവ പാലത്തിൻ്റെ അവിടേക്കൊക്കെ പോകുന്ന വീഡിയോ നമ്മൾക്ക് ഇട്ടുതരാം കേട്ടോ. അങ്ങനെ പേടിയുണ്ടായിരുന്ന കുട്ടിക്ക് പേടിയൊക്കെ മാറി, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ മാത്രമല്ലല്ലോ, നമ്മളെ ഫാമിലി മാത്രമല്ല, മറ്റുള്ള ഫാമിലിയും കൂടിയിട്ട് വഞ്ചിയിലുള്ള കാരണം നമുക്ക് ഒരുപാട് വീഡിയോകളൊന്നും അവർ ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ക്യാമറ പിടിക്കുന്ന കാരണം കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ അവിടെയൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മൾ വരാൻ തുടങ്ങി. പനിയൊക്കെ പിടിച്ച് ശബ്ദമൊക്കെ പോയിട്ടിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. എല്ലാവരും കൂടിയിട്ട് ഇതാ ഇറങ്ങുന്ന ഒരു സീനാണ്. ഞാൻ ആദ്യം അവിടെ നിന്ന് ഇറങ്ങി, എന്നിട്ട് ഇവരെ വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ കുട്ടികളൊക്കെ അവരെ കൊണ്ട് പറ്റുന്നത് പോലെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ അവിടെ കളിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പെഡൽ ബോട്ട് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ കൂടുതൽ പേടിയുള്ളത് കാരണം വഞ്ചി സെലക്ട് ചെയ്തതാണ്. പെഡൽ ബോട്ടിന് എത്ര രൂപയെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇത് മുളയും കഴുങ്ങൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഒരു ചെറിയൊരു പാലാണ് കേട്ടോ. സത്യത്തിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഞാൻ വെയിറ്റുള്ള കാരണം. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അതിൽ കൂടെ തന്നെ അല്ലേ, നല്ല സുരക്ഷിതമായിട്ട് തന്നെയാണ് അവരവിടെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ എനിക്കെന്തോ ഒരു ചെറിയൊരു പേടി വന്നു. പിന്നെ അവിടെ നിന്നാണ്ട് ഫുൾ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറേ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നല്ലൊരു മഴ പെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ മഴ ഒന്നും പെയ്തില്ല. നല്ല തണുത്തൊരു ക്ലൈമറ്റായിരുന്നു ഞങ്ങൾ പോയത് സമയം. ഒരു വൈകുന്നേരം നല്ല തണുത്ത കാറ്റൊക്കെ വന്നായിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ദാഹം, വിശപ്പ്, ഐസ്ക്രീം കഴിക്കാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അപ്പാച്ചും അനുമോളും പോയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അസക്കുട്ടി കഴിച്ചില്ല കേട്ടോ. അസക്കുട്ടിക്ക് അവളെ മേടിക്കാൻ പറഞ്ഞയച്ചില്ല എന്നുള്ളൊരു പരാതി. അങ്ങനെ ഐസ്ക്രീം കഴിക്കലൊക്കെ കഴിഞ്ഞു. അവിടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചു, എൻജോയ് ചെയ്തു. പിന്നെ അവിടെ ഈ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഉള്ളൂ. പുറത്തൊക്കെ വന്നുകൊണ്ട് സ്നാക്സൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്.
അങ്ങനെ തിരിച്ചു പോരുമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും സമാധാനം എല്ലാവർക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ടൊക്കെ ഒന്ന് കളിച്ചു. പിന്നെ അവിടെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ 3D മൂവിയുടെ ആ ഒരു പിന്നെ സംഭവമുണ്ട്. പിന്നെ അവിടെ അതൊരു ഫിഷിൻ്റെ മോഡൽ, അതൊരു ഷോപ്പാണ്. അവിടെയാണ് വെള്ളവും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ നൈറ്റ് വ്യൂ നമുക്ക് ഫുള്ളും കാണാനൊന്നും പറ്റിയില്ല. അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ തിരിച്ചു പോന്നു. കാരണം നല്ലൊരു മഴയുടെ ഒരു ഇതുപോലെ തോന്നി. അപ്പോൾ പിന്നെ മഴയൊക്കെ പെയ്യുമ്പോഴത്തേനും നല്ല തണുത്ത കാറ്റും ഒക്കെ വരുമ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു. അങ്ങനെ ഇതാ നമ്മൾ പുറത്തേക്ക് എത്തി. പിന്നെ നമുക്ക് അസക്കുട്ടിക്ക് ഒരു ജ്യൂസ് മേടിച്ച് കൊടുക്കണം. അപ്പോൾ അതിനുള്ളൊരു ഷോപ്പ് അവിടെ ഒരുപാടുണ്ട് കേട്ടോ ഷോപ്പുകളൊക്കെ. പിന്നെ നൈറ്റൊക്കെ ആയപ്പോൾ അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കുതിരയുടെ അടുത്ത് എത്തി. നമ്മൾ കുതിരയുടെ അടുത്ത് കയറി നമ്മൾ നടന്നൊന്നുമില്ല, പക്ഷേ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസ് എടുക്കാൻ 50 രൂപ കയറിയിട്ട് ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഞങ്ങൾ 2 പച്ചമാങ്ങയുടെ കുലുക്കി സർബത്താണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം മറ്റുള്ളവരൊക്കെ ഐസ്ക്രീം കഴിച്ച കാരണം അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ അസുക്കുട്ടി കുടിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട്, ഞങ്ങളെല്ലാവരും അല്ല, കുട്ടികൾ ഒരെണ്ണം മേടിച്ച് ഷെയർ ചെയ്ത് കുടിച്ചു. അങ്ങനെ പിന്നെ മാങ്ങ ഉപ്പിലിട്ടതും സംഭവങ്ങൾ, ക്യാരറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചു കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, നിങ്ങളെക്കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. മാങ്ങുപ്പിലിട്ടതും എല്ലാം നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടെ പറയണേ എല്ലാവരോടും ബായ്.